ഹലോ, ഇന്ന് നമുക്കില്ലേ എണ്ണയിലൊന്നും പൊരിക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉന്നക്കായ് പോള ഉണ്ടാക്കിയാലോ. ഉന്നക്കായ് കഴിക്കുന്ന അതേ ടേസ്റ്റ് എന്നൊന്നും പറയില്ല, കാരണം എന്ന് വെച്ചാൽ ഉന്നക്കായ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ. എന്നാൽ 80% അത് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് 2 വലിയ നേന്ത്രപ്പഴം എടുക്കുക. നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്ലാക്ക് റൈസൻസും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഉന്നക്കായൻ്റെ പണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പം അധികം തേങ്ങ ഇതിലിട്ടിട്ട് വേവിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഉന്നക്കായൻ്റെ പോള എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പോളച്ചെമ്പിൽ ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചതിന് ശേഷം നമ്മുടെ പണ്ടുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പകുതി ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റിന് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ചെറുങ്ങനൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ പണ്ട ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അധികം സൈഡിലോട്ട് ഇട്ട് കൊടുക്കണ്ട, നടുഭാഗത്തായിട്ട് തന്നെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച പകുതി ബാറ്റർ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഇതിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. സ്ലോ കുക്കാണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു ഉന്നക്കായ് പോള റെഡിയാവും. അപ്പം മേൽഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പോള ഇട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മൾ എണ്ണയിൽ ഇങ്ങനെ എന്താ പറയുക മടക്കി പൊരിക്കാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഉന്നക്കായൻ്റെ പോള നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. എന്താ പറയുക, നമ്മൾക്ക് ഗസ്റ്റുകളൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.